കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾക്ക് ആശ്വാസമെന്ന സന്തോഷകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. ന്യൂസ് 18ന്റെ ഒരു വാർത്ത ഫലം കാണുന്നു എന്ന മാധ്യമ ദൗത്യ പൂർത്തീകരണം കൂടി ഞങ്ങൾക്കുണ്ട്. ജനകീയ ഹോട്ടലുകൾക്ക് അരി സബ്സിഡി പുനഃസ്ഥാപിക്കാൻ സപ്ലൈകോ ഉത്തരവിട്ടു എന്നതാണ് പ്രധാനപ്പെട്ട വാർത്ത. 10.10 രൂപ 90 പൈസ നിരക്കിൽ നൽകിയിരുന്ന അരി നിർത്തലാക്കിയതിനെ തുടർന്ന് ജനകീയ ഹോട്ടലുകൾ പ്രതിസന്ധിയിലായത് നേരത്തെ ന്യൂസ് 18 റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനകീയ ഹോട്ടലുകളുടെ പ്രവർത്തനം തന്നെ താളം തെറ്റുന്ന, അവതാളത്തിലാവുന്ന, സർക്കാർ സഹായം പൂർണ്ണമായി നിലയ്ക്കുന്ന ഒരു നീക്കമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എന്തായാലും ഇക്കാര്യം പുനഃസ്ഥാപിക്കാൻ ഇപ്പോൾ സപ്ലൈകോ ഉത്തരവിട്ടിരിക്കുന്നു എന്നാണ്. CV അനുമോദ് നമുക്കുണ്ട്. അനുമോദ്, സംസ്ഥാനത്ത് ജനകീയ ഹോട്ടലുകൾ ഉണ്ടായത് കോവിഡിന്റെ തുടർച്ചയായിട്ടാണ്. അന്ന് ഈ ജനകീയ ഹോട്ടലുകൾ വലിയ ആശ്വാസകരമായിരുന്നു. ചെറിയ തുകയ്ക്ക് ഭക്ഷണം കിട്ടുന്നു എന്നത് വലിയൊരു ആശ്വാസകരമായിരുന്നു. പിന്നീട് സർക്കാരിന്റെ സഹായം പൂർണ്ണമായും നിലച്ചു. അത് വലിയ പ്രതിസന്ധി അവരെ ഉണ്ടാക്കിയിരുന്നു. സർക്കാർ വാഗ്ദാനം ചെയ്ത തുക നൽകിയിരുന്നില്ല എന്ന് മാത്രമല്ല, നൽകിയിരുന്ന സേവനങ്ങൾ പോലും ഇല്ലാതാക്കുന്ന സാഹചര്യമായിരുന്നു. എന്തായാലും ഈ സപ്ലൈകോ ഉത്തരവിന്റെ ഉള്ളടക്കം എന്താണ്? ഒപ്പം ഇത് എത്ര കണ്ട് ആശ്വാസകരമാണ് ഈ കുടുംബശ്രീ ഹോട്ടലുകൾക്ക്? സജിത്ത്, നമുക്കറിയാം ഈ കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾ ചുരുങ്ങിയ പണം വാങ്ങി സാധാരണക്കാരൻ്റെ വയറ് നിറയ്ക്കുന്ന സംവിധാനമാണ്. സർക്കാരിൻ്റെ വലിയ ഒരു സഹായം ഇവരുടെ ഈ ഒരു മുന്നോട്ട് പോക്കിന് ലഭിച്ചിരുന്നു. നേരത്തെ സജിത്ത് തന്നെ അല്പം മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഇടക്കാലത്ത് അവരുടെ കുടിശ്ശിക അടക്കമുള്ള പ്രശ്നങ്ങളിൽ അവർ വലിയ പ്രതിസന്ധിയിലായിരുന്നു. പക്ഷേ തുടർച്ചയായ സമരങ്ങളും മാധ്യമങ്ങളുടെ ഇടപെടലും ഒക്കെ ആ വിഷയങ്ങളിലൊക്കെ അവർക്ക് ആശ്വാസം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് അവർ പ്രതിസന്ധിയിലായിരുന്നത് അവരുടെ അരി സബ്സിഡി സപ്ലൈകോ നിർത്തലാക്കിയ സാഹചര്യമായിരുന്നു. 10 രൂപ 90 പൈസയ്ക്കാണ് അവർക്ക് 1 കിലോ അരിയുടെ വില സപ്ലൈകോ നൽകിയിരുന്നത്. പക്ഷേ അത് നിർത്തലാക്കി 3 മാസത്തോളം 40 രൂപയ്ക്ക് കിലോയ്ക്ക് 40 രൂപ നൽകി അരി വാങ്ങേണ്ട സാഹചര്യമുണ്ടായി. അവരുടെ കുടിശ്ശിക കിട്ടാത്ത അവസ്ഥ, അതിനു പുറമെ അരിയുടെ വില കൂടിയ അവസ്ഥ, ഈ ഘട്ടത്തിൽ സപ്ലൈകോയുടെ സബ്സിഡി കൂടി കിട്ടാതെ ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് ആ ഒരു വിഷയം പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചത്, ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ചത്. എന്താണെങ്കിലും അതിനൊരു ഫലമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമുക്ക് ആശ്വാസമാകുന്ന, സന്തോഷകരമാകുന്ന ഒരു കാര്യം. 1 വർഷത്തേക്ക് കൂടി ഈ ഒരു സബ്സിഡി നിരക്കിൽ അരി നൽകാൻ സപ്ലൈകോ നിശ്ചയിച്ചിരുന്നതിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മുടെ ഒപ്പം സൂറത്ത് ചേരുന്നുണ്ട്. സൂറത്ത്, നമ്മൾ കഴിഞ്ഞ ആഴ്ച കാണുമ്പോൾ വലിയ ആശങ്കയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ആശങ്ക സന്തോഷത്തിലേക്ക് വഴിമാറി. നല്ല സന്തോഷമുണ്ട്. എല്ലാ ജനകീയ ഹോട്ടലുകാർക്കും അരി നിർത്തലാക്കിയോണ്ട് നല്ല ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവപ്പെട്ടു. എന്നാലും ഞങ്ങൾ വാർത്തകളിലൊക്കെ, അതായത് മാധ്യമങ്ങളിലും ഈ വാർത്തകളിലൊക്കെ ഞങ്ങളുടെ ഈ ഇപ്പോഴത്തെ പ്രതിസന്ധി അറിയിച്ചിരുന്നു. അപ്പോൾ അതിന് ഞങ്ങൾക്ക് അരി കിട്ടിയതിൽ, അരി 1 വർഷത്തേക്ക് ഞങ്ങൾക്ക് പുതുക്കി തന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ 3 മാസം ഞങ്ങൾ കഷ്ടപ്പെട്ടു, കുറേ കടങ്ങളായി. അപ്പോൾ ഇപ്പം ആ കടങ്ങൾ വന്നാലും ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഉത്തരവ് പറഞ്ഞിട്ടിരിക്കുന്നത് 1 വർഷത്തേക്ക് കൂടി നമുക്ക് പുതുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്കൊക്കെ കിട്ടും. പക്ഷെ തീരെ കിട്ടാത്ത കുറച്ച് ജനകീയ ഹോട്ടലുകൾ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരിപ്പോൾ സപ്ലൈ ഓഫീസുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അവർക്കും കൂടി എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ വളരെ എല്ലാവർക്കും ഒരു സന്തോഷമായിരുന്നു. ഈ 10 രൂപ 90 പൈസ നിരക്കിൽ കിട്ടിയിരുന്ന അരി നിലച്ചപ്പോൾ 40 രൂപയ്ക്കാണ് വാങ്ങേണ്ടി വന്നത്. അതെ, 40 രൂപക്കായിരുന്നു ഞങ്ങൾ അരി വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതിൽ കുറച്ച് കടങ്ങളെല്ലാവരും കൂടിയിട്ടുണ്ട്, എല്ലാവർക്കും കടം വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി സർക്കാരിനോട് ഞങ്ങൾക്കൊരു അപേക്ഷ പറയാനുള്ളത്, ഞങ്ങളെ നിർത്തിവെച്ച സബ്സിഡി അതും കൂടി ഞങ്ങൾക്ക് കിട്ടുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്നും കൂടി സന്തോഷമായി. ഊണിന്റെ സബ്സിഡി 10 രൂപ സബ്സിഡി തന്നിരുന്നു സർക്കാർ. അപ്പൊ നല്ലൊരു സംഭവം തന്നെയായിരുന്നു. സർക്കാർ അതെ, അന്ന് 20 രൂപക്കായിരുന്നു ഞങ്ങൾ ചോറ് കൊടുത്തിരുന്നത്. അന്ന് കൂടുതൽ കസ്റ്റമർ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് സ്ഥലമില്ലായിരുന്നു, ഭക്ഷണങ്ങൾ ഞങ്ങൾ അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ കുറച്ച് പിന്നിക്കായിട്ടുണ്ട് ഈ 30 രൂപ ആയതുകൊണ്ട്. അപ്പോൾ ആദ്യത്തെ പോലെ തന്നെ 20 രൂപക്ക് ഊണ് കസ്റ്റമറിന് കൊടുക്കുകയും 10 രൂപ സർക്കാർ ആ സബ്സിഡി ഒന്നും കൂടി ഞങ്ങൾക്ക് തരികയായിരുന്നെങ്കിൽ ഇത് ഒന്നും കൂടി അതേപോലെ ഉഷാറായിട്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാമായിരുന്നു. വലിയ സമരങ്ങളൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ ഒരു മുൻപത്തെ കുടിശ്ശിക വിഷയത്തിലാണെങ്കിലും. എന്തായാലും പക്ഷേ ഈ ഒരു സപ്ലൈകോന്റെ അരി വിഷയത്തിൽ വലിയ സമരങ്ങളിലേക്ക് പോകാതെ നമ്മളെ വാർത്തകൾക്ക് തന്നെ ഫലമുണ്ടാക്കി എന്നുള്ളത് എത്രമാത്രം ആശ്വാസമാകുന്നത്? ഞങ്ങൾക്ക് തിരുവനന്തപുരം ഇതിന് മീറ്റിങ്ങിന് പോവാതെ കഴിഞ്ഞു, അല്ല സമരത്തിന് പോവണം എന്നുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു എല്ലാവരും. എല്ലാ ജനകീയ ഹോട്ടലുകാരും അതിന് തന്നെയായിരുന്നു. പക്ഷെ ഞങ്ങൾ ആകെ കടത്തിൽ കുടുങ്ങി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കിട്ടിയതുകൊണ്ട് വളരെയധികം സന്തോഷമുണ്ട്. സർക്കാരിന് നല്ലൊരു പ്രൊജക്റ്റ് തന്നെയാണ്. ആദ്യം തന്നതുപോലെ തന്നെ ഇത് വീണ്ടും ഇങ്ങനെ പോവുകയാണെങ്കിൽ ജനങ്ങൾക്കും എല്ലാവർക്കും നല്ല ഒരു ആശ്വാസമായിരുന്നു. മുമ്പ് എന്തായാലും ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായോ, ആശ്വാസമായോ?
എല്ലാവരും സന്തോഷമാണ്. എല്ലാ ജനകീയ ഹോട്ടലിനും സന്തോഷമായി. വിഷമം ഉണ്ടായിരുന്നു, ഇപ്പൊ സന്തോഷമായി. അവര് ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം തയ്യാറാക്കുന്നതിൻ്റെ ഒരു തിരക്കിൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ സമയം ഇവരുടെ സമയം എടുക്കുന്നില്ല. സജിത്തെ, ഇതാണ് അവർക്ക് പങ്കുവയ്ക്കാനുള്ളത്. അരി സബ്സിഡി പുനഃസ്ഥാപിച്ചത് സ്വാഗതം ചെയ്യുന്നു, സർക്കാരിന് നന്ദി പറയുന്നു. ഒപ്പം തന്നെ ഊണിൻ്റെ മുൻപ് ഇവർക്ക് ഒരു ഊണിന് 10 രൂപ സബ്സിഡി നൽകിയിരുന്നു. അതുകൂടി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞാൽ ഈ ഹോട്ടലുകളുടെ പ്രവർത്തനം പഴയതുപോലെ തന്നെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനാകും. മാത്രമല്ല സാധാരണക്കാർക്ക് 20 രൂപ നിരക്കിൽ ഉച്ചയ്ക്ക് ഊണ് കിട്ടുന്നു എന്ന വലിയ ഒരു കാര്യം അത് വീണ്ടും സാധ്യമാക്കാനും കഴിയും എന്നൊരു അഭ്യർത്ഥന കൂടിയാണ് അവരിപ്പോൾ സർക്കാരിന് മുന്നിൽ വെക്കുന്നത്. നന്ദിയോടൊപ്പം തന്നെ സജിത്ത്. യെസ്, അതാണ് കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾക്ക് വലിയ ആശ്വാസകരമായ തീരുമാനം സപ്ലൈകോയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. തിരിച്ചടിയായിരുന്ന തീരുമാനം പിൻവലിക്കപ്പെടുന്നു. സബ്സിഡി നിരക്കിൽ അരി വിതരണം പുനഃസ്ഥാപിക്കുന്നു. പക്ഷേ സർക്കാർ നിശ്ചയിച്ച സാമ്പത്തിക വിഹിതം സഹായം അത് ഇതുവരെ പുനഃസ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതുകൂടിയാണ് അവർ ആവശ്യപ്പെടുന്ന വിഷയം. എന്തായാലും കുടുംബശ്രീ ജനകീയ ഹോട്ടലുകൾ ഒരു സമൂഹത്തിന് വലിയ ആശ്വാസകരമാണ്. അത് നിരവധി പേർക്ക് ആശ്വാസകരമാണ്. കാരണം ചെറിയ തുകയ്ക്ക് ഉച്ചഭക്ഷണം സാധ്യമാകുന്ന ഒരു കാര്യം കൂടിയാണത്.